വെൽക്കം ടു എൻട്രി ജർമ്മൻ. ഞാൻ ജാക്ക് ഫ്രാങ്ക് ജെയിംസ്. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഫ്യൂച്ചർ ഐൻസ് എന്ന് പറയുന്ന ജർമ്മനിലെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്ന ഒരു ഗ്രാമർ പോർഷനാണ്. ഫ്യൂച്ചർ ഐൻസ്. ഓക്കെ, ഫ്യൂച്ചർ ഐൻസ് എങ്ങനെയാണ് നമുക്ക് പഠിക്കുക എന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ബോർഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു ഫോം എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഐൻസ് എന്ന് പറയുമ്പം വെർഡൻ പ്ലസ് ഇൻഫിനിറ്റീവ് എന്നാണ് ഇതിന്റെ ഫോം. എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ വെർഡൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു സെക്കൻഡ് പൊസിഷനിൽ കൊണ്ടുവരണം. സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ ഉപയോഗിക്കണം. ഇൻഫിനിറ്റീവ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സെന്റൻസിന്റെ എൻഡിലായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം എൻഡ്. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഇൻഫിനിറ്റീവ്. ഇപ്പോൾ ഒരു കൊമന്റ് എന്ന് പറയുന്ന വെർബിന്റെ ഇൻഫിനിറ്റീവ് എന്താണ്? കൊമന്റ് എന്നുള്ളതാണ്. ഗെയിൻ എന്ന് പറയുന്നതിന്റെ ഗെയിൻ എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ഓരോ വെർബിന്റെയും എൻ അല്ലെങ്കിൽ എ എനിൽ എൻഡ് ആവുന്ന വെർബുകളെയാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയാം. അപ്പോൾ ശ്രദ്ധിക്കുക, വെർഡൻ പ്ലസ് ഇൻഫിനിറ്റീവ്. അപ്പോൾ സ്ട്രക്ചർ എപ്പോഴും ഉണ്ടാവണം. നമ്മൾ ഫ്യൂച്ചർ ഐൻസ് പഠിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ആ സ്ട്രക്ചർ മനസ്സിൽ വേണം. വെർഡൻ എപ്പോഴും സെക്കൻഡ് പൊസിഷനിലായിരിക്കണം. അതുപോലെ തന്നെ ഇൻഫിനിറ്റീവ് എപ്പോഴും ആ മെന്റലായിരിക്കണം. ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഫ്യൂച്ചർ ഐൻസ് ഒരു സെന്റൻസിൽ ഉപയോഗിക്കുക, എന്തെല്ലാം ഫങ്ഷൻസ് ആണ് ഫ്യൂച്ചർ ഐൻസ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ എന്താണെന്ന് ഒന്ന് കാണാം. The first function, das Future eins dient dazu, eine Absicht. Absicht എന്ന് പറയുമ്പോൾ ഇന്റൻഷൻ എന്നാണ് പറയാം. ഇന്റൻഷൻസ് ഉണ്ടാവില്ലേ? അതുപോലെ പറയുന്നു ein Versprechen എന്ന് പറയുമ്പോൾ Versprechen എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസ് ആണ്. in der Zukunft auszudrücken. അതായത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഇന്റൻഷൻസോ പ്രോമിസുകളോ ഇത്തരം കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ഫ്യൂച്ചർ ഐൻസിനുണ്ട് എന്നുള്ളതാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പ് അവർ പറയുന്നു ഹൈഫിഷ് വിത്ത് ദീസ് ഫോം ദൂസ് ദസ് പ്രേസൻസ് എയർസെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സമയങ്ങളിൽ ഫ്യൂച്ചർ ഐൻസിന് പകരം എന്ത് ഉപയോഗിക്കും? പ്രസൻസും ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഫ്യൂച്ചർ ഐൻസിന്റെ ഒരു സെന്റൻസ് കാണാം. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു സെന്റൻസ് നമ്മൾ ശ്രദ്ധിച്ചേ. നെക്സ്റ്റസ് യാർ werde ich nach Portugal fliegen. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താണ്? നെക്സ്റ്റ് ഇയർ. ഓക്കെ, അടുത്ത വർഷം എന്താണ് ഞാൻ പോർച്ചുഗലിലേക്ക് പോകുമെന്നാ പറയണേ. ഓക്കെ, പോർച്ചുഗലിലേക്ക് ഫ്യൂച്ചർ ആയിട്ട് പറയാം. ക്ലിയർ? അത് എന്താണ്? അടുത്ത വർഷം ഞാൻ പോകും എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്യൂച്ചറിന്റെ ഒരു പോസിബിലിറ്റി കാണാനുണ്ട്. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സെക്കൻഡ് പൊസിഷനിലാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. വെർഡൻ എന്ന് പറയുന്ന വെർബിന്റെ കോൺജുഗേഷൻ എഴുതിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഫിനിറ്റീവ് നമ്മൾ എവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ആം എൻഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആണ്. നേരത്തെ പറഞ്ഞ സ്ട്രക്ചർ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റസ് യാർ werde ich nach Portugal fliegen. അപ്പോൾ ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, അടുത്ത വർഷം ഞാൻ പോർച്ചുഗലിലേക്ക് പോകും. ഓക്കെ, പോകും എന്നുള്ളത് ഫ്ലീഗൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, നമ്മൾ പോകും എന്നുള്ളൊരു മീനിങ്ങിലാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞു ഇത് ചില സമയത്ത് എന്ത് സംഭവിക്കാറുണ്ട്? പ്രസൻസിലും നമ്മൾ ഫ്യൂച്ചർ ഐൻസ് പറയാറുണ്ട് എന്ന് പറയുന്നു. അതെങ്ങനെയാണെന്ന് പറയാം. ഏതെങ്കിലും ഒരു സെന്റൻസ് ഫ്യൂച്ചർ ഐൻസിൽ നമ്മൾ ഫ്രെയിം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ സെന്റൻസിൽ ഒരു സൈറ്റ് അൻഗാബ ഉണ്ടെങ്കിൽ, എന്തുണ്ടെങ്കിൽ? സൈറ്റ് അൻഗാബ എന്ന് പറഞ്ഞാൽ സമയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസ് നിങ്ങൾ പറയാൻ പോകുന്ന സെന്റൻസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെന്റൻസിനെ ഫ്യൂച്ചറിൽ പറയുമ്പോൾ ഫ്യൂച്ചർ ഐൻസ് വെർഡൻ പ്ലസ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണ്ട, പകരം എന്ത് ഉപയോഗിച്ചാൽ മതി? പ്രസൻസിൽ പറയാൻ പറ്റുമെന്നാണ്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ സെന്റൻസിൽ നെക്സ്റ്റസ് ഇയർ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ. ഇത് നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്ന സമയവുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ പറ്റും? പ്രസൻസിൽ എഴുതാൻ പറ്റും. പ്രസൻസിൽ എഴുതാൻ നമുക്ക് അറിയേണ്ടതിന്റെ മെയിൻ വെർബാണ്. ഫ്ലീഗൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെയിൻ വെർബ്. അപ്പൊ നമുക്ക് നോക്കിക്കേ, നെക്സ്റ്റസ് ഇയർ ഫ്ലീഗെ ഇസ് നാഗ് പോർച്ചുഗൽ. കറക്റ്റ് അല്ലേ? അടുത്ത വർഷം ഞാൻ പോർച്ചുഗലിലേക്ക് പോകും എന്നുള്ളത് എന്ത് ചെയ്യാം? പ്രസൻസിലും പറയാം. പക്ഷെ ആ പ്രസൻസിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഫ്യൂച്ചർ ഐൻസിലേക്ക് മാറാണ്. അങ്ങനെ ഒരു രീതിയിലോട്ട് അതിനെ മനസ്സിലാക്കി എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഫ്യൂച്ചർ ഐൻസിന്റെ രണ്ട് ഫോമുകൾ കണ്ടു. ഒന്നെന്താണ്? വെർഡൻ പ്ലസ് ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചു. സൈറ്റ് അൻഗാബ ഉണ്ടെങ്കിൽ നമുക്കതിനെ പ്രസൻസിലും ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഒരു എക്സാമ്പിളും കൂടി നോക്കിയാലോ? സെക്കൻഡ് എക്സാമ്പിൾ ഇങ്ങനെയാണ്. Ich werde dir das Geld morgen zurückgeben. zurückgeben എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടേൺ ചെയ്യാം, തിരിച്ചു തരാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയണേ? Ich werde
ദിയർ ദസ് ഗെൽറ്റ് മോർഗൻ സുറുക് ഗേബൻ. അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചു? വെർഡ് എന്ന് പറയുന്നത് ഉപയോഗിച്ചു. ആ മെൻഡയിൽ എന്ത് ഉപയോഗിച്ചു? ആ മെൻഡയിൽ നമ്മൾ ഈ പറയുന്ന ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ നിനക്ക് നാളെ പൈസ തിരിച്ചു തരും എന്നുള്ള പറഞ്ഞത്. ഞാൻ നിനക്ക് നാളെ തന്നെ പൈസ തിരിച്ചു തരും എന്ന് പറയും നമ്മൾ സാധാരണ പറയാറില്ല. ആ ഒരു രീതിയിലാണ് ഫ്യൂച്ചർ ആൻസർ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെയും എന്തുണ്ട്? നമുക്കിതിനെ പ്രസൻസിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കിടക്കുന്നുണ്ട്. എന്താ കാര്യം? മോർഗൻ എന്ന് പറയുന്ന ഒരു സൈറ്റ് ആൻഡ് ഗാവയുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ പ്രസൻസിൽ തന്നെ പറയാം. അപ്പൊ എങ്ങനെയാണ് പ്രസൻസിൽ പറയണതെന്ന് നോക്കാം. ഈസ് ഗേവ് ദിയർ മോർഗൻ ദസ് ഗെൽറ്റ് സുറുക്. അപ്പൊ എന്താണ്ടായി വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ കാണണം സുറുക് ഗേബൻ എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഭാരം വെറും കൂടിയാണ്. അപ്പൊ അത് പ്രസൻസിലേക്ക് വരുമ്പോൾ സുറുക്ക് എൻഡിലേക്ക് വന്നു, ഗേബ് എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിൽ വന്നു. അങ്ങനത്തെ ഒരു വ്യത്യാസം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ് ഗേബ് ദിയർ മോർഗൻ ദസ് ഗെൽറ്റ് സുറുക്. ഞാൻ നാളെ തന്നെ നിനക്ക് പൈസ തിരിച്ചു തരും. ഫ്യൂച്ചറിൽ നാളെ നടക്കാൻ പോകുന്നൊരു കാര്യം സമയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ദ ഫ്യൂച്ചർ ഐൻസ് കാൻ auch dazu verwendet werden Vermutungen auszudrücken എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർമുട്ടുങ്ങൻ എന്ന് പറയുന്ന ഒരു വേർഡ് ശ്രദ്ധിക്കുക. ഈ ഒരു ഗസ് ചെയ്യുക, നമ്മുടെ ഊഹങ്ങൾ പറയാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഗസ് ചെയ്ത് പറയണം. അത് ഇങ്ങനെ ആയിരിക്കും, അത് അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഗസ് ചെയ്യില്ലേ? ഗസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജർമ്മനിലെ ഒരു ഗ്രാമർ പോർഷനാണ് ഫ്യൂച്ചർ ഐൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന്. ശ്രദ്ധിക്കുക. ദസ് ബെറ്റർ വിത്ത് വോൾ ഷ്യോൺ സൈൻ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ പറഞ്ഞതുപോലെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? വെർഡനും വെർഡൻ സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫിനിറ്റീവ് നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആം എൻഡിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആം എൻഡ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദസ് ബെറ്റർ വിത്ത് വോൾ ഷ്യോൺ സൈൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ബെറ്റർ നല്ലതായിരിക്കും എന്നല്ല പറയണം, നല്ലതായിരിക്കും. ഓക്കെ, ബെറ്റർ നല്ലതാവും എന്നുള്ള ഒരു ഊഹ പറയണം. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയോ മഴ പെയ്യാൻ പോകണ്ടോ, അല്ലെങ്കിൽ മഴയെല്ലാം മഴയൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സമയം എന്നുള്ളയോ ദസ് ബെറ്റർ വിത്ത് വോൾ ഷ്യോൺ സൈൻ എന്ന് പറയും. മഴ എല്ലാം മാറി ബെറ്റർ കുറച്ചുകൂടി ബെറ്റർ ആവുന്നുണ്ട് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബെറ്റർ ആയിരിക്കും എന്ന് പറയുന്ന ഒരു ഗസ് നമ്മൾ പറയും. അപ്പൊ ഇത്തരത്തിലുള്ള ഗസ്സുകൾ പറയാനായിട്ട് നമുക്കത് ഉപയോഗിക്കാം. പിന്നെ അടുത്തത് നോക്കിക്കേ, ദസ് വിത്ത് ബെസ്റ്റിംഡ് ദേ ആർ ഗുൻസ്റ്റിഗെ ഫ്ലൂക്ക് സൈൻ. അപ്പൊ എന്തായിരിക്കും എൻ്റെ അർത്ഥം? അതും ഒരു ഊഹമാണ്. എന്താ പറഞ്ഞിരിക്കണേ? ദസ് വിത്ത് ബെസ്റ്റിംഡ് ദേ ആർ ഗുൻസ്റ്റിഗെ ഫ്ലൂക്ക് സൈൻ. ഓക്കെ, അപ്പോൾ ഗുൻസ്റ്റിഗെ ഫ്ലൂ എന്ന് പറയുമ്പോൾ ചീപ്പായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ആയിരിക്കും. അതൊരു ചീപ്പ് ഫ്ലൈറ്റ് ആയിരിക്കും. അപ്പോൾ മേ ബി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഫ്ലൈറ്റ് നോക്കി, അപ്പം ഓക്കെ എയർലൈൻ, പിന്നെ ഒരു എയർലൈൻ കണ്ടു. അപ്പോൾ പറയാൻ ഇത് വളരെ ചീപ്പായിട്ടുള്ള ഫ്ലൈറ്റ് ആണെന്ന് കേട്ടോ. നമ്മളൊരു ഗസ് പറയാം. ഇത്തരത്തിലുള്ള ഗസ് പറയാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഗസ്സുകൾ പറയാനായിട്ട് നമ്മുടെ ഈ പറയുന്ന പെർമുട്ടുങ്ങൻ പറയാനായിട്ട് എന്ത് ഉപയോഗിക്കാം? നമ്മൾ ഈ പറയുന്ന ഫ്യൂച്ചർ ഐൻസ് ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കാര്യം ക്ലിയർ ആണ്. സെക്കൻഡ് പൊസിഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ എൻഡിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിനെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ, ഇതൊരു ഊഹമാണ് എന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടൊരു പാർട്ടിക്കിൾ ഈ രണ്ട് സെൻസിലും വന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആകാൻ പോകുന്നതാണ്. ഈ വേർഡിന്റെ അർത്ഥം എന്താ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ശ്രദ്ധിക്കുക, വോൾ എന്ന് പറയുന്ന ഒരു വേർഡും ബെസ്റ്റിംഡ് എന്ന് പറയുന്ന ഒരു വേർഡും നിങ്ങളോട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഇത് എന്തിനാ ഇവിടെ ഈ സെൻസിൽ വന്നിരിക്കണേ എന്ന് പലപ്പോഴും ചിന്തിക്കുക. ഇതില്ലാണ്ട് പറഞ്ഞാലും ഈ പറയുന്ന ബെറ്റർ വിത്ത് ഷ്യോൺ സൈൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? പിന്നെ എന്തിനാ ഒരു വോൾ, പിന്നെ എന്തിനാ ഇവിടെ ഒരു ബെസ്റ്റിംഡ് എന്ന് പറയുന്ന ഒരു വേർഡ്? അതിനെ കുറിച്ച് പറയാം. അതായത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ വി വോൾ സിഷർ ബെസ്റ്റിംഡ് ഫെർമുട്ട്ലിഷ്. ഇത്തരത്തിലുള്ള വേർഡുകൾ, ഇത്തരത്തിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ ഈ പറയുന്ന സെന്റൻസിൽ വരുമ്പോൾ ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഊഹങ്ങളെ എന്ത് ചെയ്യും? കുറച്ചും കൂടി സ്റ്റേർക്കൺ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്തൻ ചെയ്യും. ഇതൊരു ഊഹമാണെന്ന് അങ്ങ് ഉറപ്പിക്കും എന്നുള്ളതാണ്. ക്ലിയർ? അതിനൊരു എക്സാമ്പിളിന്റെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ടേബിൾ നമുക്കൊന്ന് നോക്കിയാലോ. ടേബിൾ ഈസ് ഹിയർ. വോൾ വെച്ചിട്ട് ഒരു സെന്റൻസ്, അത് നമുക്കറിയാം പ്രോബബ്ലി എന്ന് പറയുന്ന ഒരു മീനിങ് പോലെ നമുക്ക് അതിന് എടുക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് വരാണ് എ വിത്ത് വോൾ ഷോൺ ഗിഗാങ്കൻ സൈൻ ഹി ഹാസ് പ്രോബബ്ലി ഓൾറെഡി ലെഫ്റ്റ്. ഓക്കെ, ആള് പോയിട്ടുണ്ടാവും. ഇവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, വിർട്ട് വന്നിട്ടുണ്ട്, ഗിഗാങ്കം വന്നിട്ടുണ്ട്, സൈൻ വന്നിട്ടുണ്ട്. ഇത് ഫ്യൂച്ചർ ഐൻസ് അല്ല. ഇതിനെ നമ്മൾ പറയുന്നതാണ് ഫ്യൂച്ചർ സ്വൈ. എന്തായാലും ഫ്യൂച്ചർ സ്വൈനെ കുറിച്ചുള്ള വീഡിയോ ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ സെൻസ് അവിടെ നിൽക്കട്ടെ, അത് നിങ്ങളത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. രണ്ടാമത്തേലേക്ക് വരാം. സിച്ചർ, ഷുവർലി, സെർട്ടൈൻലി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഫ്യൂച്ചർ ഐൻസിലാണ് കൊടുത്തിരിക്കുന്നത്. സി വിത്ത് സിച്ചർ ബാൾട്ട് കോമൻ. അപ്പോൾ ശ്രദ്ധിക്കാം, വിത്ത് കോമൺ.
അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ, സിസ്റ്റർ കൊടുത്തിട്ടുണ്ട് ഷീ വിൽ ഷുവർലി കം സൂൺ. ഷുവർ, ഉറപ്പായിട്ടും വരും. അപ്പോൾ ആ ഒരു ഗസ് പറയുമ്പോൾ ഉറപ്പ് കൊടുക്കണയാണ്, കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടാണ് ഇവിടെ ഈ പറയുന്ന സിസ്റ്റർ എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത്. സെക്കൻഡ് വൺ ബെസ്റ്റ് ടീം, ഡെഫിനറ്റ്ലി, സെർട്ടൻലി എന്നുള്ള മീനിങ് ഒക്കെ തന്നെയാണ് അതിനും വരുന്നത്. സി വേർഡൻ ബെസ്റ്റ് ടീം ഗിവിനൻ, ക്ലിയർ, ആമെന്റ്. അപ്പൊ ബെസ്റ്റ് ടീം അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? ദേ വിൽ ഡെഫിനറ്റ്ലി വിൻ, അവർ ഉറപ്പായിട്ടും ജയിക്കും. നമ്മൾ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഇത് പറയില്ലേ, ഉറപ്പായിട്ട് അവർ ജയിക്കും, നമ്മളൊരു ഊഹമാണ്, ജയിക്കും. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞൊരു വേർഡ് ചേർക്കില്ല, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഇവിടെ പെർസ്റ്റിംഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ വെർമൂട്ട്ലിഷ് എന്നുള്ളതാണ്. സപ്പോസ്ഡ്ലി എന്ന് പറയും. അപ്പോൾ എന്താ പറയാ, വിത്ത് വെർമൂട്ട്ലിഷ് ടു ഹൗസ് എ സൈൻ, അവൻ ഉറപ്പായിട്ടും വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ, അവൻ വീട്ടിൽ തന്നെ ആയിരിക്കും. അവൻ എവിടെയാ, വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ വീട്ടിൽ തന്നെ ആയിരിക്കും, വീട്ടിൽ തന്നെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ഊഹം വെച്ച് നമ്മൾ പറയില്ലേ. അപ്പോൾ ഇവിടെ അതേ തരത്തിലുള്ള ഒരു മീനിങ് ആണ് ഇവിടെ വെർമൂട്ട്ലിഷിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഊഹങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്ട്രെങ്തൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ അവിടെ കണ്ടു കാണുമായിരിക്കും, സോഫ്റ്റ് അസംഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ ഈ പറയുന്ന എന്തുപയോഗിക്കും, ബോൾ ഉപയോഗിക്കും. സ്ട്രോങ്ങർ കോൺഫിഡൻസ് അല്ലെങ്കിൽ സെർട്ടനിറ്റി പറയുന്നെങ്കിൽ നമ്മൾ കൂടുതൽ സിഷർ എന്ന് പറയുന്ന ഒരു പാർട്ടികൾ ഉപയോഗിക്കുക. ഹൈ ലെവൽ ഓഫ് സെർട്ടനിറ്റി ഓഫ് ബിലീഫ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ബെസ്റ്റ് ഉപയോഗിക്കും. ന്യൂട്രൽ ഓർ ലോജിക്കൽ അസംഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, വെർമൂട്ട്ലിഷ് ഉപയോഗിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ബോക്സ്. സമയമെടുത്ത് നോക്കുക, കാണുക, പഠിക്കുക. നിങ്ങളിപ്പോൾ ഫ്യൂച്ചർ ഐൻസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ വെച്ചിട്ടും സെക്കൻഡ് ഫംഗ്ഷൻ വെച്ചിട്ടും നിങ്ങൾക്ക് കമൻസ് ഇടാവോ. ഫസ്റ്റ് ഫംഗ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രസൻസിലാക്കിയിട്ടും എഴുതാം. അപ്പോൾ ഇതുപോലെ ഒരു 3 സ്റ്റേറ്റ്മെന്റ്സ്, 3 സെന്റൻസുകൾ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ എഴുതി കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇനി നിങ്ങളോട് പറയാനുള്ള ഇതാണ്, നിങ്ങൾ ഇനിയും നിങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ വരും. ഇനി മറക്കണ്ട, നമ്മളെ വീഡിയോ 2 ആയിട്ട് ഫ്യൂച്ചേഴ്സ് വൈ വരുന്നുണ്ട്. അപ്പോൾ മറക്കാതെ നിങ്ങൾ സ്റ്റേ ട്യൂൺ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും Auf Wiedersehen.